ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇഡിയുടെ നിർണായക ഇടപെടൽ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് സമാന്തര അന്വേഷണത്തിന് ഇഡി നീങ്ങുന്നതായുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. സ്വർണ്ണക്കൊള്ളയിലും സാമ്പത്തിക തട്ടിപ്പിലും ക്രൈംബ്രാഞ്ച് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ച സാഹചര്യത്തിലാണ് ഇഡിയുടെ രംഗപ്രവേശനം. കഴിഞ്ഞ ആഴ്ചയാണ് കേരളത്തിലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സ്വർണ്ണക്കൊള്ളയിൽ കേന്ദ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തെഴുതിയത്. ഈ കത്തിന് പിന്നാലെ തന്നെ കേന്ദ്ര ഏജൻസികൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ വിശദാംശങ്ങൾ കൃത്യമായി പരിശോധിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിന് പിന്നാലെ സാമ്പത്തിക ക്രമക്കേടിന് രണ്ട് കേസുകൾ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിലാണ് ഇഡിയുടെ അന്വേഷണത്തിന് വഴി തെളിഞ്ഞിരിക്കുന്നത്. ഇഡിയുടെ അന്വേഷണം കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി എത്തുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് പുറത്തു വരുന്നത്. ഇഡിക്ക് പുറമെ ആദായ നികുതി വകുപ്പ് കൂടി സ്വർണ്ണക്കൊള്ളയുടെ വിശദാംശങ്ങൾ പരിശോധിക്കുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നു. ഇഡിയുടെ വരവ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. ഇഡി സ്വർണ്ണക്കൊള്ളയിൽ ഇടപെട്ടാൽ നിരവധി പ്രമുഖന്മാർ അതിൽ കുടുങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സ്വർണ്ണക്കൊള്ള കേസ് എങ്ങനെയെങ്കിലും ഒന്ന് ഒത്തുതീർക്കാനുള്ള ശ്രമമായിരുന്നു സംസ്ഥാന സർക്കാർ നടത്തിയത്. ദേവസ്വം വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിച്ച് കേസ് അവസാനിപ്പിക്കാൻ, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ മാത്രം പ്രതിയാക്കിക്കൊണ്ട് കേസ് അവസാനിപ്പിക്കാനായിരുന്നു കേരള ഗവൺമെന്റിന്റെ നീക്കം, പിണറായി സർക്കാരിന്റെ നീക്കം. എന്നാൽ ഇതിന് തടസ്സമായത് ഹൈക്കോടതിയുടെ ഇടപെടലാണ്. ഹൈക്കോടതി കണ്ണിമ ചിമ്മാതെ തന്നെ ഈ കേസിന്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി പരിശോധന നടത്തി. ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം ശരിയായ ദിശയിലല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ഹൈക്കോടതി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഈ അന്വേഷണം ഏൽപ്പിക്കുകയായിരുന്നു. ആ ടീം ക്രൈംബ്രാഞ്ച് എസ് പിയുടെ കീഴിലുള്ള ആ ടീമിന്റെ അന്വേഷണം ഓരോ ഘട്ടത്തിലും കൃത്യമായി തന്നെ ഹൈക്കോടതി നിരീക്ഷിച്ചു. ഒടുവിൽ 10 ദിവസത്തിന് ശേഷം ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഹൈക്കോടതി പറഞ്ഞു, ഈ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് തൃപ്തിയുണ്ട്, എന്നാൽ ഈ അന്വേഷണം മാത്രം പോരാ, കേവലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ മാത്രം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം മാത്രം, ഈ കേസിന് പിന്നിലെ ക്രിമിനൽ ഗൂഢാലോചന പുറത്തു വരണം, ഈ കേസിലെ വമ്പന്മാർ പുറത്തു വരണം. കേവലം ഒരു ചെറുമീനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയിൽ മാത്രം അന്വേഷണം അവസാനിപ്പിക്കാൻ പാടില്ല. ഇതിൽ വമ്പന്മാർ കുടുങ്ങിയിട്ടുണ്ട്. ഈ കേസിന് പിന്നിൽ വലിയവന്മാരുണ്ട്. ഈ കേസിന് പിന്നിൽ വലിയ വമ്പൻ സ്രാവുകളുണ്ട്. ആ വമ്പൻ സ്രാവുകൾ അന്വേഷണത്തിന് മുന്നിലെത്തണം. ആ വമ്പൻ സ്രാവുകളെ കുറിച്ചുള്ള അന്വേഷണം നടക്കണം. അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇതാണ് പ്രധാനമായും ഹൈക്കോടതി വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഗൂഢാലോചന അന്വേഷിക്കാൻ പ്രത്യേകം ഒരു കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് ഹൈക്കോടതി പറഞ്ഞു. ആ അന്വേഷണമാണ് ഇപ്പോൾ യഥാർത്ഥ ശരിയായ ദിശയിലേക്ക് സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണത്തെ എത്തിച്ചിരിക്കുന്നത്. രണ്ടാം പ്രതിയും മുഖ്യ സൂത്രധാരനുമായ മുരാരി ബാബുവിന്റെ അറസ്റ്റിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇതിനിടയിലാണ് കേന്ദ്രത്തിന്റെ അതിശക്തമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. കേന്ദ്ര ഏജൻസികൾ ശബരിമലയിലേക്ക് എത്തുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ, അതല്ലെങ്കിൽ വിദേശത്തെ ആളുകൾക്ക് ഇതിൽ ബന്ധമുണ്ടോ, സംസ്ഥാനത്തിന് പുറത്തുള്ള രാജ്യാന്തരത്തിലുള്ള ആളുകളുടെ ബന്ധമുണ്ടോ, ഇതൊക്കെയാണ് പ്രധാനമായും ഇഡി പരിശോധിക്കുന്നത്. സാമ്പത്തിക കുറ്റകൃത്യമായതുകൊണ്ട് തന്നെ ഇഡിക്ക് സ്വമേധയായി കേസിൽ അന്വേഷണം നടത്താനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട് എന്ന് നിയമവൃത്തങ്ങൾ തന്നെ പറയുന്നു. അതുപോലെ തന്നെയാണ് ആദായ നികുതി വകുപ്പും. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം, അതുപോലെ ടാക്സ് വെട്ടിക്കൽ തുടങ്ങി നിരവധി ഘടകങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കാം. അതൊക്കെ പരിശോധിക്കാനാണ് ആദായ നികുതി വകുപ്പിൻ്റെയും നീക്കം. ഇതിനിടയിൽ മറ്റു ചില നിർണായകമായ ഇടപെടൽ കൂടി വരുന്നു. എല്ലാ കണ്ണുകളും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിലേക്കാണ്. കാരണം കഴിഞ്ഞ ദിവസമാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തിയത്. ഒരു തികഞ്ഞ അയ്യപ്പ ഭക്തയ്ക്ക് സമാനമായി എല്ലാ ആചാരങ്ങളും പാലിച്ചുകൊണ്ട് മാലയിട്ട് ശരണം വിളിച്ച് കെട്ടുനിറച്ച അയ്യപ്പ സ്വാമിയുടെ മുന്നിലെത്തി ഒടുവിൽ ഭക്തി നിർഭരമായിട്ടുള്ള ഒരു തൊഴുകയോടെ അയ്യപ്പ സ്വാമിക്ക് മുന്നിൽ കണ്ണടച്ച് ധ്യാനിച്ചു നിന്ന ദ്രൗപദി മുർമുവിന്റെ ചിത്രം, അത് വളരെയധികം ഭക്തർക്ക് ആശ്വാസം നൽകിയതാണ്. കാരണം ശബരിമലയിലെ ഇന്നത്തെ അവസ്ഥ എന്നുള്ളത് ഏറ്റവും ദയനീയമാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള മാത്രമല്ല, ശബരിമല എന്ന ഏറ്റവും പവിത്രമായ ഒരു സന്നിധാനം, ഒരു കാനന ക്ഷേത്രം, അതിനെ സാമ്പത്തിക കൊള്ളയ്ക്ക് വേണ്ടി മാത്രമായി ഉപയോഗിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം, അവരാണ് ശബരിമലയിലെ അഡ്മിനിസ്ട്രേഷൻ ഭരണം കൈയാളുന്നത്. ദേവസ്വത്തിന്റെ തലപ്പത്തിരിക്കുന്നവർ മുഴുവൻ രാഷ്ട്രീയ നോമിനികളാണ്. ഇവരെ സംബന്ധിച്ച് ശബരിമലയിൽ വരുന്ന പണത്തിൽ മാത്രമാണ് കണ്ണ്.
അയ്യപ്പന്റെ തിരുവാഭരണത്തിൽ മാത്രമാണ് കണ്ണ്, അയ്യപ്പന്റെ തങ്ക വിഗ്രഹത്തിൽ മാത്രമാണ് കണ്ണ്. കഴിഞ്ഞ കാലങ്ങളിൽ അയ്യപ്പന്റെ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളിയാണ് അടിച്ചുകൊണ്ട് പോയതെങ്കിൽ ഇനിയും ഈ ദുഷ്ടന്മാരെ ഭരണമേൽപ്പിച്ചാൽ സാക്ഷാൽ സ്വാമി അയ്യപ്പന്റെ പഞ്ചലോക വിഗ്രഹം തന്നെ ഇവർ മാറ്റിമറിക്കുമെന്ന് ഭക്തർ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് ഭക്തരുടെ പ്രതിനിധികൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സന്ദർശിച്ചതും ഈ ശബരിമലയിൽ ഒരു കേന്ദ്ര ഇടപെടൽ വേണമെന്ന് ആവശ്യപ്പെട്ടതും. ശബരിമലയെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമാനമായ ഒരു ഭരണത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരിക. നിലവിൽ ദേവസ്വം ബോർഡാണ് ശബരിമലയുടെ എല്ലാം. കേരള സർക്കാരിന്റെ കീഴിലുള്ള ദേവസ്വം ബോർഡിന്റെ അധീനതയിലാണ് ശബരിമല. ഈ ദേവസ്വം ബോർഡിനെ ഭരിക്കുന്നത് വിശ്വാസമില്ലാത്ത, ഭക്തി തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ആളുകളാണ്, നിരീശ്വര വിശ്വാസികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പോൾ അത്തരക്കാരുടെ കീഴിൽ ശബരിമല പോലെയുള്ള പവിത്രമായ പരിപാവനമായ ഒരു ക്ഷേത്രം നിൽക്കുമ്പോൾ ആ ക്ഷേത്രത്തെ കൊള്ളയടിക്കാൻ മാത്രമേ ഈ സംഘങ്ങൾ തയ്യാറാകൂ എന്ന് ഭക്തർ ഭയപ്പെടുന്നു. അവരുടെ ആ ഒരു ഭയപ്പാടാണ് ഭക്ത സംഘടനകളുടെ പേരിൽ, അല്ലെങ്കിൽ ഭക്ത സംഘടനകളുടെ ഒരു ഭക്തസംഘടനകളുടെ ഒരു വേദനയായി അവർ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ അറിയിച്ചത്. രാഷ്ട്രപതി തിരുവനന്തപുരത്തുള്ളപ്പോൾ രാജ്ഭവനിലെത്തിയായിരുന്നു BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ കണ്ടത്. അവർ നേരിട്ട് ആവശ്യപ്പെട്ട ഇത്ര മാത്രമാണ്: ശബരിമലയുടെ സംരക്ഷണം ഉണ്ടാകണം, അതിന് സുപ്രീം കോടതിയിൽ സ്വാധീനം ചെലുത്തണം, സുപ്രീം കോടതിയെ കാര്യങ്ങൾ അറിയിക്കണം, പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തിയാണെങ്കിൽ കൂടി തിരുപ്പതി മോഡൽ, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര മോഡൽ ഒരു ഭരണം ശബരിമലയിൽ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ശബരിമലയുടെ പവിത്രതയും പരിപാവനതയും നിലനിർത്താനാകൂ എന്നാണ് ഭക്തരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അത്തരത്തിൽ കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഡൽഹിയിലേക്ക് തിരിച്ചെത്തുന്ന രാഷ്ട്രപതി ശബരിമലയുടെ വിഷയത്തിൽ അതിനിർണായകമായ ചില തീരുമാനങ്ങൾ എടുക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഭക്തർ വിശ്വസിക്കുന്നത്. എന്തായാലും ശബരിമലയുടെ ഭരണം സംബന്ധിച്ച ഏറ്റവും നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് രാഷ്ട്രപതി പോകുമെന്നാണ് കരുതപ്പെടുന്നത്. എല്ലാ കണ്ണുകളും രാഷ്ട്രപതിയിലേക്കാണ്. ശബരിമല ശ്രീ അയ്യപ്പ സ്വാമിയുടെ തിരുസന്നിധിയിൽ കണ്ണുകളോടെ തൊഴുകൈകോടെ നിന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു അയ്യപ്പ സ്വാമിയുടെ രക്ഷയ്ക്കെത്തും. അയ്യപ്പ സ്വാമിയുടെ രക്ഷയ്ക്കായി രാഷ്ട്രപതി തൻ്റെ അധികാരം ഉപയോഗിക്കുമെന്ന് തന്നെയാണ് കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാർ അകമഴിഞ്ഞ് ആഗ്രഹിക്കുന്നത്.